മുമ്പ് ചോദിച്ചതല്ലേ? പേരോട് സഖാഫിയോട് ബഹുമാന ഹുസൈൻ സലഫി നാദാപുരത്ത് വെച്ച് ചോദിച്ചു. റിസാലയിലെയും സിറാജിലെയും ചില ഭാഗങ്ങൾ എടുത്ത് വെച്ച് ചോദിച്ചപ്പോ എന്താ പേരോട് പറഞ്ഞത്? അവിടെ സിറാജിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഞാനാണോ? റിസാലിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് AP ഉസ്താദാണോ? ഇവരെന്താളെ സുന്നുള്ളൂ എന്ന് കരുതും. ഇതാണ് കഥ. എങ്കിൽ ചോദിക്കട്ടെ, അവിടെ മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാർ ആരെങ്കിലും ആണോ ഇരിക്കുന്നത്? പറയണ്ടേ നിങ്ങള്? നിങ്ങൾക്ക് പറയാൻ. അപ്പോ 6 ഒന്നാമത്തെ മറുപടി പിടിച്ചോ. ബയാനിയ ബുക്ക് സ്റ്റാൾ ഇറക്കിയതാണ് ഇത്. ഏത്? ഇവിടെ ഞാൻ വായിച്ച കോപ്പി അതിലുള്ളതാണ്. നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ഇനി ഒരു സംഗതിയുടെ ഇടക്ക് ഈ സംവാദ ചർച്ചക്കിടയിൽ തന്നെ അലവി സഖാഫി ഇതിനെ കൈയൊഴിക്കുന്നുണ്ട്. മാലകളിലും മൗലിദുകളിൽ പല ജാതി കള്ളങ്ങളുണ്ട്, കെട്ടിയുണ്ടാക്കിയവയുണ്ട്. ഉദാഹരണത്തിന് സിദ്ദീഖ് മൗലിദ്, ഇവർ പറയാ സിദ്ദീഖ് മൗലിദ്, എന്നിട്ടോ അതില്ലാത്ത സിദ്ദീഖ് മൗലിദും ഉണ്ട്. ഏത്? ഈ കള്ളക്കഥ ഇല്ലാത്ത സിദ്ദീഖ് മൗലിദുണ്ട്. റഷീദ് സഖാഫിനെ അടുത്ത് ഇരുത്തിയാണ്ടാണ് അലവി സഖാഫി പറയുന്നത്. രസമുണ്ട്, നമുക്ക് കാണാമത്. അപ്പൊ നിങ്ങള് ആ അലവി സഖാഫി പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു സിദ്ദീഖ് മൗലിദ്, ഈ കള്ളക്കഥ ഇല്ലാത്ത സിദ്ദീഖ് മൗലിദ് എവിടെയുണ്ട്? വേറെ പ്രസ്സിലുണ്ട്. എന്നാ അലവി സഖാഫി ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരത്തോട് ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തേ? കൂടെ ഇരിക്കുമ്പോൾ കൈവിടേണ്ടിയില്ലായിരുന്നു. എന്തേ? അടുത്തിരുത്തിയിട്ട് റഷീദ് സഖാഫി കുറ്റ്യാടി അടുത്തിരുത്തിയിട്ടല്ലേ നിങ്ങൾ വർത്താനം പറഞ്ഞത്? മുജാഹിദുകൾക്കല്ല ആ വാക്ക് കൊള്ളുന്നത്. അതിന്റെ 10 മടങ്ങ് ശക്തിയോടെ, അതെ 100 കുതിര ശക്തിയോടെ, ആ പവറോടെ അത് ചെന്ന് തറക്കുന്നത് റഷീദ് സഖാഫിയുടെ നെഞ്ചകത്താണ് എന്ന കാര്യം മറക്കാൻ പാടില്ല. വെറുതെ പറയുകയല്ല നിങ്ങള്. കേട്ടോ, റഷീദ് സഖാഫി ആ കള്ളക്കഥയെ നിങ്ങൾ കള്ളക്കഥയാണെന്ന് പറഞ്ഞില്ലേ? ആ കള്ളക്കഥ ഇല്ലാത്ത കോപ്പികളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ആ കള്ളക്കഥയെ ഇതാ റഷീദ് സഖാഫി കുറ്റ്യാടി ന്യായീകരിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ചന്റെ ഇനിയും കുറെ സബീനെ തള്ളിയതും അതുപോലെ കുറെ സംഗതി നമുക്ക് വരാണ്ട്. അതിനിടയ്ക്ക് യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരന്മാരെ, എന്താണ് ഈ വിഷയത്തില്? റഷീദ് സഖാഫി കുറ്റ്യാടി ഇത് വായിച്ചിട്ട് ജിബ്രീൽ അവിടെ എത്തിയ മൂപ്പരാണ് സ്റ്റെക്കാകുകയാണ്, ടയർ പഞ്ചറാവുക. എന്നിട്ട് മൂപ്പരിങ്ങനെ നിന്നിട്ട് എന്താണ് എന്ന് ഒന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോളാ. ഇത് നമ്മൾ വാദപ്രതിവാദ വ്യവസ്ഥയിൽ ചോദിച്ചു, ഇടക്കിടക്ക് ചോദിച്ചു. ഓരോ വിഷയം പറയുമ്പോൾ സിദ്ദീഖ് മോൻ എടുത്തിടും. മൂപ്പർക്ക് നല്ല ഇടങ്ങേറുണ്ട്. ഒപ്പം ഇരിക്കണ പോലെ തന്നെ ചിരിക്കുകയാണ്. കാരണം മൂപ്പരെ ഉദ്ദേശിക്കുന്നത് ഓൽക്കെന്നെ അറിയാലോ. ആ കോലത്തില് ഇടങ്ങേറായി മുസ്ലിയാക്കന്മാര്. എന്നിട്ട് ഇയാളത് ബാക്കി വായിക്കൂല. ജിബ്രീൽ കഴിഞ്ഞിട്ട് ബാക്കി വായിക്കൂല. ഈ വേദികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പണ്ഡിതന്മാർ ചോദിച്ചില്ലേ, ഒന്ന് വായിക്കുമോ നിങ്ങൾ അതിന്റെ ബാക്കി എന്ന്? വായിക്കാൻ റഷീദ് സഖാഫി നമ്മൾ തന്നെ പലപ്പോഴും ഇതുപോലെ ഖണ്ഡന രംഗത്ത് ഏറ്റുമുട്ടിയപ്പോ വായിച്ചോ നിങ്ങള്, വിശദീകരിച്ചോ നിങ്ങള്? കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കഴിയില്ല. ശ്രദ്ധിക്കൂ ആ ഭാഗം. അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. നബിതങ്ങളോട് അരികിലേക്ക് അവൾ പോയി. അങ്ങനെ നബിതങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന് വിവരം പറഞ്ഞു. നബിതങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ
സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനേക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല ഇവിടുത്തെ സംഭവം. ഇനി ഒരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്ന നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഇനി ബുഖാരിൽ മുസ്ലിം ഇതിന് സമാനമായ സംഭവം ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. ന്യായീകരിക്കാണ്. ഇതിന് സമാനമായ സംഭവം ഇല്ല. എന്നിട്ട് ഈ സംഭവത്തെയാണ് ആര് എതിർത്തത്? അലവി സഖാഫി റഷീ സഖാഫിയെ തൊട്ടടുത്തിരുത്തിയിട്ട് കള്ളക്കഥയാണ്, ഇതില്ലാത്ത കിതാബുണ്ട്, നാണമില്ലേ നിങ്ങൾക്ക്, ലജ്ജയില്ലേ നിങ്ങൾക്ക്, ഊളൂപ്പ് ഇല്ലേ നിങ്ങൾക്ക്, കൂടെ ഇരിക്കുമ്പോ കൈവിടേണ്ടിയില്ലായിരുന്നു അലവി സഖാഫി, മോശമായി പോയി, ചതിയായി പോയി, വഞ്ചനയായി പോയി. നിങ്ങൾ ഒരു ടീമായി വന്നല്ലേ. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, പേരോട് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. അലവി സഖാഫി പറഞ്ഞു അത് കള്ളക്കഥയാണെന്നാണ്. 2 തെളിവുകൾ തന്നു. ഒന്ന്, ഇതാ ഈ പറഞ്ഞ പോലെ റഷീ സഖാഫി പറഞ്ഞത് ഒന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ നിലക്കുള്ള മാലയും. ഇനി അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനമായ കാര്യമുണ്ട്. 3ാമത്തെ തെളിവ് ഈ വിഷയത്തിൽ. 3ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടയ്ക്കൊരു സംഗതി പറയട്ടെ, ഞങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഈ മൗലിദ് കിതാബ് ബയാനി ഇറക്കണമെന്നറിയോ? 1970-ലാണ് ഈ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അല്ലാതൊന്നും കാലം ആയിട്ടില്ല. നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ സഹോദരന്മാരെ മനസ്സിലാക്കുക, ഈ നിലക്ക് 1970 വരെ നിങ്ങളുടെ ബയാനിയ പ്രസ് അത് അടിച്ചിറക്കിയ പ്രസിദ്ധീകരണം, ആ മാലയിൽ പോലും ഇതുണ്ട്. അടുത്ത തെളിവ് പിടിച്ചോ, എന്താണെന്നറിയോ? ഇത് കടമേരിയിലെ റഹ്മാനിയ ബഹ്ജത്ത് പബ്ലിഷിംഗ് ബ്യൂറോ, റഹ്മാനിയ കടമേരി, ഇവരിറക്കിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ നേർവഴിയുടെ പാഠം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഭാഗം കേട്ടോളൂ. മൗലിദ് രചനകളുടെ നീണ്ടകാലത്തെ ഇരുത്തം പറയാനുണ്ട് കേരളത്തിന്റെ മണ്ണിന്. ഒരുപക്ഷെ ഇത്രമാത്രം മൗലിദുകൾ രചിക്കുകയും ആവേശപൂർവ്വം അത് കൊണ്ടു നടക്കുകയും ചെയ്ത മറ്റൊരു ഇസ്ലാമിക സമൂഹം ലോകത്തുണ്ടോ എന്ന സംശയമാണ്. അവത് ഇവിടെ ഈ ടാവട്ടത്തിലേ ഉള്ളൂന്ന് മനസ്സിലായില്ല. ഇവിടെ ഈ ഒരു കേരളത്തിലെ ടാവട്ടത്തിലേ ഇതുള്ളൂ. എന്താ പറഞ്ഞത്? ഒരുപക്ഷെ ഇത്രമാത്രം മൗലിദുകൾ രചിക്കുകയും ആവേശപൂർവ്വം അത് കൊണ്ടു നടക്കുകയും ചെയ്ത മറ്റൊരു ഇസ്ലാമിക സമൂഹം ലോകത്തുണ്ടോ എന്ന സംശയമാണ്. ചെറിയ ഉൾനാടൻ പ്രദേശങ്ങളിൽ വരെ നിരവധി മൗലിദുകളാണ് വിരചിതമായത്. വെളിച്ചം കണ്ടതും കയ്യെഴുത്ത് പ്രതിയായി മാത്രം അവശേഷിച്ച് വെളിച്ചം കാണാതെ പോയതുമായ മൗലിദുകൾ ഉണ്ടതിൽ. ഇനി പറയാൻ, കേരളത്തിലെ ഉലമാക്കളുടെ ഭാഷയിലുള്ള അപാരമായ കഴിവിന്റെയും സരിക തപസ്യയുടെയും ആർജവമുള്ള മുദ്രകളായി 100 കണക്കിന് മൗലിദുകൾ നിലകൊള്ളുന്നു. ഇനി പറയാൻ എന്താ, കേരളത്തിൽ വിരചിതമായ ചില മൗലിദുകളും അവയുടെ കർത്താക്കളും എന്ന് പറഞ്ഞിട്ട് 1 മങ്കൂസ്, 2 ബദർ, 3 അബൂബക്കർ സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന ഒരു സംഗതി, സിദ്ദീഖ് മൗലിദ് പേരിൽ മൗലിദ് ഉണ്ട്. പേരോട് എന്താ പറഞ്ഞത്? നമ്മളൊന്നും അംഗീകരിക്കുന്നേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കൈയൊടിച്ചില്ലേ? കൈയൊടിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക്. ഇനിയും പിടിച്ചോ, നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. ഏതാ പുസ്തകം എന്നറിയോ? ഏതാ പ്രസിദ്ധീകരണം? നിങ്ങളുടെ സെൻസിംഗ് ആണ്. ഈ സെൻസിംഗിൽ ഇതാ ഒരു മൗലിദ് കിതാബിന്റെ പ്രകാശന കർമ്മം. ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക,
366 വക ഏറ്റവും വലിയ മൗലിക കിതാബ്. എന്നിട്ടൊരു മൊയ്ലിയാർ പ്രകാശനം ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്. ഇതിന്റെ അടിക്കുറിപ്പ് വായിച്ചു തരാം. മൗലിദ് കിതാബ് മർക്കസ് മുദർരിസ് അബ്ദുൽ അസീസ് സഖാഫി KVK ബുഖാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇത് ആവശ്യപ്പെടേണ്ട വിലാസം പറയുന്നുണ്ട്. മർക്കസിലെ മുദരിസ പ്രകാശനം ചെയ്യണത്. ഇതിൽ എവിടെ അടിച്ചത്? ഇത് ആവശ്യപ്പെടേണ്ട സ്ഥലം ഏതാ? K മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ്, നൂറുൽ ഇസ്ലാം പ്രസ്, ബുക്ക് സ്റ്റാൾ, തിരൂരങ്ങാടി. അതേപോലെ വേറെ ചന്തപ്പടി, ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ, നിങ്ങൾ ഇത് അംഗീകരിക്കില്ലെങ്കിൽ എന്തിനത് കൊടുത്തു? അപ്പൊ പറയും പരസ്യല്ലേ. പരസ്യം മാത്രല്ല മുജാഹിദിന്റെ ബുക്കിന്റെ പരസ്യങ്ങൾ കൊടുക്കുവോ? 1. 2, പരസ്യം മാത്രല്ല, നിങ്ങളുടെ കാരന്തൂർ മർക്കസിലെ മുദർരിസാണ് പ്രകാശനം ചെയ്തത്. അറിയോ? ഇവിടെ അലവി സഖാഫി എന്താ ചർച്ചയിൽ പറഞ്ഞത്? ഞങ്ങൾ മർക്കസ് ഇറക്കിയിട്ടുള്ള 5 മൗലിദ് ഇതിൽ ചർച്ചക്കുണ്ടോ? എവിടെ പോയി ബാക്കി നിങ്ങളുടെ ഈ മുദർരിസ് പ്രകാശനം ചെയ്ത ആ സബീരയുടെ 7 366 വക ആ വിഷയത്തിൽ നിങ്ങൾ ചർച്ചക്കുണ്ടോ? നമ്മൾ ആ വിഷയത്തിൽ മുദരിസിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് ചോദിച്ചിരുന്നു. അവർ മിണ്ടിയില്ല. ഇല്ലാന്നാ പറഞ്ഞേ അല്ലേ? ആ നിലക്ക് അവർ പ്രതികരിച്ചത്. അപ്പോ ഇവരെ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ എന്തിന് പ്രകാശനം ചെയ്തു? അവളെ പേരോട് മുസ്ലിയാക്കൊരു വയന്ന ന്യായം ഉണ്ടായിന്. എന്താ മൂപ്പരത് അങ്ങനെയാണല്ലോ. മൂപ്പര് പറഞ്ഞ് ഈ പ്രകാശനം ചെയ്യണമൊക്കെ ഇപ്പൊ എല്ലാരും വായിച്ചു നോക്കിയിട്ടാണോ പ്രകാശനം ചെയ്യല്? ശരി, ഒരു മുജാഹിദിന്റെ ബുക്ക് എന്നാല് നിങ്ങൾ വായിച്ചു നോക്കിയാണ്ടോ നോക്കാതെയോ പ്രകാശനം ചെയ്യോ? പിന്നെ പേരോടാകുമ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനൊത്തല്ലേ മുമ്പ് ഉയരാൻ കഴിയുള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, അടുത്ത തെളിവ് പിടിച്ചോ. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അടുത്ത തെളിവ് എന്താണ്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. മനസ്സുള്ള മുസ്ലിയാക്കന്മാരെ ഞെട്ടും നിങ്ങള്. എന്താ അറിയോ? പേരോട് സഖാഫി കൈയടിച്ചു, അലവി സഖാഫി കൈയടിച്ചു, സാധു റഷീദ് സഖാഫി ബുഖാരിയിലെയും മുസ്ലിമിലെ സംഭവം വെച്ച് ന്യായീകരിച്ചില്ലേ? സാധു ഈ പുസ്തകം നോക്കി കോപ്പി അടിച്ചതാ. എന്താ സംഭവം എന്നറിയോ? ഈ പുസ്തകത്തിൽ ഇതാ ഇയാൾ ഇതിനെ ന്യായീകരിക്കുന്നു. ആര്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ സംഭവം വെച്ചുകൊണ്ട് പറയും. ആദ്യം ഇങ്ങനെ സിദ്ദീഖ് ഉണ്ടോ ഇല്ലേ കേട്ടോളൂ. സുന്നികൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദ്, ഖുതുബിയത്ത്, റാത്തീബ് മുതലായവ നടത്തുന്നു. അതേസമയം പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനെന്ന് സുന്നികൾ തന്നെ അംഗീകരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദും മറ്റും നടത്തുന്നുമില്ല. എന്തുകൊണ്ട്? നെല്ലിക്കുത്തിനുള്ള ചോദ്യമാണ്. മൂപ്പര പുസ്തകമാണ് ഫത്താവ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഫത്താവ വാള്യം 3. ഇതിൽ പറയാൻ പൂങ്കാവനം ബുക്സ് ആണ് ഇറക്കിയത്. അപ്പൊ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ മൗലിദ് കഴിക്കണില്ല എന്നാണ് ഉത്തരം. അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ധാരണ. സമുദായം ഏറ്റവും കൂടുതൽ ഔന്നിത്യം കൽപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ മൗലിദ് രചിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നികൾ അത് നിർവഹിക്കുന്നുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദ് രചിക്കപ്പെട്ടിട്ടുണ്ട്, സുന്നികൾ നിർവഹിക്കുന്നും ഉണ്ട്. പേരോട് പറഞ്ഞതോ? അങ്ങനെ ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ അറിയില്ല, ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടിയതാവും. എന്നാ കേട്ടോ, അതിനും മറുപടി. വായടപ്പൻ മറുപടി ആര് പറയുന്നു? ഈ മുസ്ലിയാർ പറയുന്നു. ഈ പുസ്തകത്തിന്റെ 286 പേജിൽ കേട്ടോളൂ. എന്താ പറയുന്നത്? സിദ്ദീഖ് മൗലിദിൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ ഇങ്ങനെ വിവരിക്കുന്നു. ശരിക്ക് കേട്ടോളി. പേരോട് തള്ളിയ അലവി സഖാഫി ഈ ചർച്ചയിൽ തള്ളിയ ആ കള്ളക്കഥയെ ഇയാൾ ന്യായീകരിക്കാൻ പോവാണ്. ഈ നെല്ലിക്കുത്ത് മുസ്ലിയാർ ന്യായീകരിക്കുകയാണ്. കേട്ടോ എന്താ പറയുന്നത്? സിദ്ദീഖ് മൗലിദിൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ ഇങ്ങനെ വിവരിക്കുന്നു. തന്റെ ഭർത്താവ് യാത്രയിലായിരിക്കെ ഒരു സ്ത്രീ അവരുടെ ഈന്തപ്പന മരം നിലംപതിച്ചതായി സ്വപ്നം കണ്ടു. ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ ഭർത്താവുമായി നീ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. ഇത് കേട്ട സ്ത്രീ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതിനിടയിൽ സിദ്ദീഖിനെ കണ്ടു. സ്ത്രീയുടെ മനോവേദ കണ്ടറിഞ്ഞ സിദ്ദീഖിന്റെ മറുപടി, നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഭർത്താവുമായി സന്ധിക്കുമെന്നായിരുന്നു. വീട്ടിലേക്ക് തിരിച്ച സ്ത്രീ ആ രാത്രി ഭർത്താവുമായി സന്ധിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്ത്രീ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്താമഗ്നനായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, നബിയേ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ സിദ്ദീഖിന്റെ വാക്കുകൾ സത്യമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു. കാരണം അദ്ദേഹം ഇരു ലോകത്തും പരമസത്യവാനാണല്ലോ.
ഇതാണ് ചോദ്യം. എന്നിട്ടോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നബിയുടെ വാക്കുകൾ പുലർന്ന് കാണുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം സിദ്ദീഖിന്റെ വാക്കുകൾ പുലർന്ന് കാണലാണ് എന്നല്ലേ? ഇത് നബിയെ അവഹേളിക്കുന്നതല്ലേ? ഇതാണ് ചോദ്യം. മറുപടി എന്താ? സുന്നികൾ അംഗീകരിക്കുന്ന ഒറ്റ മാലയിൽ മതിലില്ല. സുന്നികൾ അംഗീകരിക്കുമെന്ന് രേഖയുണ്ടോ? പേരോണ്ട മറുപടിയല്ല. ഇയാള് പറയാണ് ഇത് ഒരിക്കലും നബിയുടെ സ്ഥാനം ഇടിച്ച് താഴ്ത്തലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലിന്റെ മീതെ പ്രതിഷ്ഠിക്കലും അല്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഉയർന്നതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ അള്ളാഹു ചെയ്ത ഒരു കാര്യമാണത്. മുസ്ലിയാക്കന്മാരെ, അപ്പുറത്ത് വന്നിട്ടുള്ള അത്തരം ഈ മൗലിദെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള സഹോദരന്മാരെ, പഠിച്ചോ നിങ്ങള്. ഏതാ സുന്നത്തിയുമായിട്ട് അലവി സഖാഫി പറഞ്ഞതോ, റഷീദ് കുറ്റ്യാടി പറഞ്ഞതോ, പേരോട് പറഞ്ഞതോ, നെല്ലിക്കുത്ത് പറഞ്ഞതോ, ഏതാ ശരി? ഇതിനെയാണ് നേരത്തെ അലവി സഖാഫി കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് തള്ളിയത്. പേരോട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിക്കുമെന്ന് രേഖയുണ്ടോ എന്ന് ചോദിച്ചത്. ഉണ്ട്, പേരോടെ ഉണ്ട്, രേഖയുണ്ട്. ഒന്നല്ല, അതിലധികം രേഖകളുണ്ട്. അത് സമർപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. കഴിഞ്ഞില്ല, ഇനി ഇതിനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനം ലഭിച്ചത് തന്റെ നബി അംഗീകരിച്ചത് കൊണ്ടാണ്. അവിടുത്തെ കൂട്ടുകെട്ട് കൊണ്ടും അവിടുന്ന് പറയുന്ന ഏത് കാര്യത്തെയും യാതൊരു സംശയത്തിനും വകവെക്കാതെ വിശ്വസിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനലബ്ധിക്ക് ഹേതുവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഈ സംഭവം കൊണ്ട് കുറയുകയില്ലെന്ന് മനസ്സിലാക്കാം. ഇത്തരം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അനസ് റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നേരത്തെ റഷീദ് സഖാഫി ന്യായീകരിക്കാൻ ശ്രമിച്ച ആ സംഭവമില്ലേ, ആ സംഭവം ഇയാൾ എടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പോൾ റഷീദ് സഖാഫിക്ക് എവിടുന്ന് കിട്ടിയതാ? ഇതിന്ന് കിട്ടിയതാണ്. വലിയ മൊയ്ലിയന്മാർ കൊടുക്കുന്ന നോട്ട് നോക്കി പ്രസംഗിച്ച മുസ്ലിയാരെ, ഈ ജാതി അബദ്ധത്തിൽ ചെന്ന് പടുകുടിയിൽ ചെന്ന് ചാടും നിങ്ങള്. ചാടിയത് രേഖയാണിത്. ആ മുസ്ലിയാരുടെ മുക്ക് അത് നോക്കി വന്ന് പ്രസംഗിക്ക. എന്നിട്ട് അതിൽ ഈ സംഭവം കൊടുക്കുകയാണ്. പരാതിയുമായി എന്താ പറയുന്നത്? അനസിന്റെ പിതൃ സഹോദരി റുബയ്യ മറ്റൊരു സ്ത്രീയുടെ മുൻപല്ല് പൊട്ടിച്ചു. പരാതിയുമായി നബിയെ സമീപിച്ചപ്പോൾ പ്രതികാരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഉടനെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം, റുബയ്യന്റെ പല്ലൊരിക്കലും പൊട്ടിക്കപ്പെടുകയില്ല. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അനസേ, ഇത് അല്ലാഹുവിന്റെ നിയമമാണ് എന്നായിരുന്നു. പിന്നീട് പ്രതികാരത്തിന് കാത്തു നിന്നവർ മാപ്പ് നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർ ഒരു കാര്യം സത്യം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടാൽ അല്ലാഹു അവർക്കത് പൂർത്തീകരിച്ചു കൊടുക്കും. ഇതിനോട് സമാനമായ ഒരു ഹദീസ് കൂടി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള സംഭവം വെച്ച് കള്ളക്കഥ എന്ന് പേരോട് പറഞ്ഞ, കള്ളക്കഥ എന്ന് അലവി സഖാഫി പറഞ്ഞ ആ കള്ളക്കഥയെ ന്യായീകരിക്കുന്നു. ഈ സംഭവം ന്യായമല്ല. കാരണം എന്താ? അത് എതിരാവണമെങ്കിൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞെന്താ? എവിടെ? സിദ്ദീഖ് മൗലിദിന്റെ സംഭവത്തിൽ പറഞ്ഞെന്താണ്? പിന്നെ നിന്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരൂലെന്നാണ്. സിദ്ദീഖ് പറഞ്ഞ ഇന്നെ തിരിച്ചു വരും എന്നാണ്. അത് രണ്ടും നേരെ എതിരാണ്. എന്നാൽ ഈ പല്ല് പൊട്ടിക്കുന്ന വിഷയത്തിലോ പല്ല് പൊട്ടിക്കാൻ കൽപ്പിച്ചു എന്നാണ്. പൊട്ടിക്കപ്പെടും എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞു പല്ല് പൊട്ടിക്കപ്പെടൂല. അപ്പൊ എതിരാവണമെങ്കിൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ പല്ല് പൊട്ടിക്കപ്പെടും എന്ന് പറയണം. പറഞ്ഞിട്ടില്ല, പല്ല് പൊട്ടിക്കാൻ കൽപ്പിച്ചു എന്നാണ്. കൽപ്പനയിൽ എവിടെ കൂട്ടരെ സിദ്ഖും കദിബും വരുന്നത്? എവിടെ വരുന്നത്? സാധാരണ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മ എന്ത്? നീ പിന്നെ പോയി ചായ കുടിച്ചു വാ എന്ന് കൽപ്പിച്ചാൽ ആ വ്യക്തി കുടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാവോ തെറ്റാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഹദീസ്, ഈ സംഭവം അതിന് രേഖയല്ല. എന്നിട്ട് പോലും ഇത് വെച്ചുകൊണ്ട് ഈ കള്ളമാലെ ന്യായീകരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ജാതി മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോവണോ നമ്മളെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനിയോ ഈ ചർച്ചയുടെ മറ്റൊരു ഫലം എന്തായിരുന്നു അറിയോ? ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ കുറെ കാര്യങ്ങൾ ഇവർ തള്ളുന്നതുണ്ട് എന്നാ, സ്വീകരിക്കാൻ പറ്റാത്തുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്നറിയോ? നല്ല രസകരമായ ഉദാഹരണങ്ങളാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഈ സിദ്ദീഖ്
നമ്മുടെ ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്ന ഒരു കള്ളക്കഥ എന്താ? ബദർ യുദ്ധത്തിൽ 12,000 മുശ്രിക്കുകൾ കാഫിറുകൾ തിരിഞ്ഞോടിപ്പോയി, പേടിച്ച് പരാജയപ്പെട്ട് തിരിഞ്ഞോടിപ്പോയി എന്നാണ്. 12,000. അപ്പൊ അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട്, 12,000 അതുണ്ടോ? അതൊക്കെ ഈ കളവാണ്. അങ്ങനെ കുറെ കളവ് അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഏതായാലും അതിനെ നിഷേധിക്കുന്നുണ്ട്, നമുക്ക് കാണാം. അതിനു മുമ്പ് ഇതിൽ പറയുന്ന ഈ മൗലിദ് കിതാബ്, ഈ മൗലിദ് കിതാബ് എത്ര വക എന്നറിയോ? 155 വക. 155 വക. ഇതിൽ പറയുകയാണ് ഫൻഹസമ, അങ്ങനെ പിരിഞ്ഞോടുകയാണ്, പേടിച്ച് പരാജയപ്പെട്ടു പോവുകയാണ്. അത്രേ 12 റജുലിൻ മിനൽ കുഫാർ യൗമ ബദരിൻ, ബദറിന്റെ ദിവസം എത്ര? 12 റജുൽ, 12,000 ആളുകൾ കുഫാറുകളിൽ നിന്നും 12,000 ആളുകൾ തിരിഞ്ഞോടിപ്പോയി എന്നാണ്. അലവി സഖാഫി പറയുകയാണത് കളവാണ്, അത് കളവാണെന്ന് ഈ ചർച്ചയിൽ പറയുന്നു. അതിന് മറുപടി നെല്ലിക്കുത്ത് പറയും, അതിന് മറുപടി വേറെ മുസ്ലിയാക്കന്മാർ പറയും. ആദ്യം അലവി സഖാഫി നമ്മൾ പറയാൻ വിടുക. അയാൾ പറയുന്നു, അങ്ങനെ കുറെ കളവ് ജഅല മുഹമ്മദ് മൗലിദിലുണ്ട്, കേട്ടോളൂ. അതിനുള്ള ഒരു മൗലിദാണ് ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട്. കളവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തി കൂട്ടിയതാണ്. ഇതിനെ ഒരു കണ്ടോകള്, ബദർ മൗലിദിൽ കടത്തിക്കൂട്ടിയതാണ്. ആര്? നമ്മള് കടത്തിക്കൂട്ടിയതാണ്. എന്നാ കേട്ടോ, ആരാ പറയുന്നറിയോ? നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, പേരോടിന്റെ ഉസ്താദ് ആര്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. നേരത്തെ നമ്മൾ സിദ്ദീഖ് മൗലിദ് കണ്ടില്ലേ? റഷീദ് സഖാഫി കുറ്റിയാട് പറയാ മൂപ്പരത് അംഗീകരിക്കും, സിദ്ദീഖ് മൗലിദ് മൂപ്പര് സമ്മതിക്കും. പേരോട് എന്ന് പറഞ്ഞാൽ റഷീദ് സഖാഫിന്റെ ഉസ്താദാ. റഷീദ് സഖാഫി കുറ്റിയാടിന്റെ ഉസ്താദാണ് ആര്? പേരോട് അതിനെ എതിർക്കുക. ഇനി അതിന്റെ ഉസ്താദ് നെല്ലിക്കുത്തോ മൂപ്പരനെ അംഗീകരിക്കുക. അപ്പൊ പേരോട് ഒറ്റപ്പെട്ടു. എന്താ കഥ കൂട്ടരെ? നെല്ലിക്കുത്ത് ഈ സിദ്ദീഖ് മൗലിദിനെ അംഗീകരിക്കുക, അയാളുടെ ശിഷ്യൻ പേരോടോ അതിനെ എതിർക്കുക, അയാളുടെ ശിഷ്യൻ റഷീദ് കുറ്റിയാടിയോ അതിനെ അംഗീകരിക്കുക. എന്തെങ്കിലും അതിന്റെ ശിഷ്യന്റെ കഥ എന്താ പോയാലോ? ഈ കോലത്തിൽ ഈ മൗലിദിനെ ന്യായീകരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവ് ധരിച്ച് സമൂഹത്തെ പറ്റിക്കാന്നല്ലേ പറയണ്ടേ? പക്ഷേ അത് മാന്യത അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആലോചിച്ചോക്ക്, ഇതല്ലേ കഥ? ഇനി ഈ 12,000 ആളുകൾ തിരിഞ്ഞോടി എന്ന് പറയുന്ന ഈ ഒരു കള്ളക്കഥ, ഏതിലെ? ജഅല മുഹമ്മദ് മൗലിദിലുള്ള കള്ളക്കഥയില്ലേ? അതിനെ ഇതാ ന്യായീകരിക്കുന്നു ആര്? ഇതേ മുസ്ലിയാർ. ഏത് മുസ്ലിയാർ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അഥവാ ഇവിടെ വന്ന റഷീദ് സഖാഫി കുറ്റ്യാടിയുടെ ഉസ്താദിന്റെ ഉസ്താദായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇതാ അലവി സഖാഫി വായിച്ച അത് കള്ളമാണ് എന്ന് പറഞ്ഞ ആ കള്ള സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. കേട്ടോളൂ ചോദ്യം. ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ, പിന്നെ എങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? ചോദ്യം പ്രസക്ത. നമുക്ക് സിമ്പിളായി പറയാം, കള്ളമാരി മൗലിദല്ലേ, ഇല്ലാക്കോന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇയാള് പറഞ്ഞ മറുപടി എന്താ? അലവി സഖാഫിക്കുമാണെങ്കിൽ പറയാ ഒക്കെ കള്ളം കുറെ കടന്നു കൂടിയിട്ടുണ്ട്. എന്നാ കേട്ടോ, നെല്ലിക്കുത്ത് പറഞ്ഞ് ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണ് ഉള്ളത്. കേട്ടോ, കഴിഞ്ഞില്ല. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കൾ ഉണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജഅല മുഹമ്മദിൽ പറഞ്ഞത്. ഓന്റെ മുസ്ലിയാക്കന്മാരെ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ആരെയാ നിങ്ങൾ പറ്റിക്കുന്നത്? ഈ വലിയ മുസ്ലിയാക്കന്മാർ പറ്റിക്കും, അങ്ങനെയാണല്ലോ, വലിയ പറ്റിക്കൽ നടത്തണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? എവിടേക്കാ നിങ്ങൾ എത്തണേ? കഴിഞ്ഞില്ല.
ഇതിപ്പോ ഇവിടെ വന്ന റഷീദ് സഖാഫിയുടെ ഉസ്താദിന്റെ ഉസ്താദാണെങ്കിൽ കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് എന്താ പറയുന്നത് കേട്ടോ? എന്തേ ഞെട്ടും നിങ്ങള് എന്തേ കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് പറയുന്നറിയോ? സമ്പൂർണ്ണ ഫതാവ മുഫ്തി താജുൽ ഉലമാ ഖുദ്വത്തുൽ മുഹഖഖീൻ ശൈഖുനാ കെ സദഖത്തുല്ലാഹ് മുസ്ലിയാർ മൗലവി നദിയിൽ എഴുതിയ ആൾക്കാരെ പറ്റിക്കാനാണോന്ന് അറിയില്ല, ഏതായാലും പോട്ടെ. മുസ്ലിയാർ ഇയാൾ ആരാ? ഈ മുസ്ലിയാർ ആരാ? സമസ്ത 70 പിന്നിട്ട സമസ്ത എന്ന ഇവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ ഇവരുടെ പരമ്പര പറയുന്നുണ്ട് കേട്ടോ. കാന്തപുരത്തിന്റെ പരമ്പര എങ്ങട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന നിലക്കുള്ള പരമ്പര ഉണ്ട് അത്രേ. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് മുസ്ലിയാക്കന്മാര് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാരമ്പര്യം പറയുകയാണെങ്കിൽ എവിടെയാണ് പാരമ്പര്യമുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനാണെങ്കിൽ കാന്തപുരവും ടീമും പറയുന്നത് അള്ളാഹുവോട് അല്ലാതെ പ്രാർത്ഥിക്കാമെന്നാണ്. എങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഈ കൊടുത്ത പാരമ്പരയോ കള്ളപ്പരമ്പരയാണ്. ആദർശത്തിന്റെ പിൻബലം നിങ്ങൾ ആ ഒരു പരമ്പരയ്ക്കില്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാന്തപുരത്തിന്റെ ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, പിന്നെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പിന്നെ അബൂ ഉസാമ സ്വദഖത്തുല്ലാ മുസ്ലിയാർ. അപ്പോ റഷീദ് സഖാഫിന്റെ ഉസ്താദിന്റെ ഉസ്താദ് പറയുന്നത് ജാല മുഹമ്മദ് മൗലവി ശരിയാണ്, ആ കള്ളക്കഥ ശരിയാണ്. കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് പറയുന്നതോ നിങ്ങൾ കേൾക്കുക സഹോദരന്മാരെ. ഇതിൽ പറയുകയാണ് ഈ സ്വദഖത്തുല്ലാ മുസ്ലിയാർ പറയുന്നത് അതിന് യാതൊരു കുഴപ്പവുമില്ല, അത് അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കാൻ പറ്റിയതാണ് എന്നാണ്. കേട്ടോളൂ ചോദ്യം. ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലവിയിൽ കാണുന്നു. ബദറിൽ 1000 കാഫിറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 പേർ ഓടുന്നത്? നല്ല ചോദ്യമാണല്ലോ. ഉത്തരം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നുവെന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും, ആകെ 12,000. ഓ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഈ നാട്ടുകാരോട് പറയട്ടെ, ആ CD ഒന്ന് നിങ്ങൾ കാണണം. ആ സംവാദത്തിന്റെ വ്യവസ്ഥയുടെ ആ ചർച്ച കാണണം. നിങ്ങൾ CD-യുടെ പ്രവർത്തകരുടെ പക്കലൊക്കെ ഉണ്ടാകും, നിങ്ങളത് കാണണം. അതിലെന്താ അലവി സഖാഫി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? എന്താ അത് ശരിയല്ല, കള്ളമാണ് എന്നാണ്. എങ്കിൽ കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുല്ലാ മുസ്ലിയാർ പറഞ്ഞത് അത് ശരിയാ, കള്ളക്കഥയല്ല, ആ സംഭവം ശരിയാണ് എന്നാണ്. മാത്രമല്ല റഷീദ് സഖാഫിയുടെ ഉസ്താദിന്റെ ഉസ്താദായ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയുന്നതും അത് ശരിയാണ് എന്നാണ്. ഏതാ നിങ്ങളുടെ ദീന്? പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാതി കെട്ടുകഥകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഈ ജാതി കെട്ടുകഥകൾ കൊണ്ട് നിബിഡമാണ് മിക്ക മാലകളും മൗലിദിന്റെ ഏടുകളും, അതുകൊണ്ട് ഒഴിവാക്കണേ സ്വയം സമൂഹമേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ നടന്ന ചർച്ചയിലും പറഞ്ഞു. ബഹുമാനായ അബ്ദുള്ള സുലമി പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, സഹിയാക്കി ഞങ്ങൾ പറഞ്ഞ അത് തന്നെയാണ്. ലക്ഷക്കണക്കിന് മൗലൂദുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയ കള്ള യഹൂദികളും ജൂതന്മാരും ഒരു പടി മൗലൂദുകൾ കെട്ടിപ്പടച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കള്ള കഥകളാണ് മൗലൂദുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സഹിയാക്കേണ്ടി വന്നു തരുത്. ഈ സഹിയാക്കി ഏഴെണ്ണം എഴുതുന്നതിന് മുമ്പ് 155, 313 മൗലൂദിന്റെ കിതാബുകൾ ഓതി മരണമടഞ്ഞു പോയ ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതുകൊണ്ട് അതുപോലുള്ള മൗലൂദിന്റെ ഗ്രന്ഥങ്ങൾ ഇനിയും പാരായണം ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർ ഈ നാടുകളിലുണ്ട്. അവരെ അബദ്ധത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, വിജയത്തിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് മുജാഹിദുകളുടെ ശ്രമം. അതുകൊണ്ട് നിങ്ങൾ സഹിയാക്കി 7 മാത്രം സഹിയാക്കി നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അത് 155 വക മൗലൂദിന്റെ കിതാബിൽ നിന്നും 313 വകയിൽ നിന്നുമാണ് നിങ്ങൾ കടഞ്ഞെടുത്തിട്ടുള്ളത്. അത് മുഴുവൻ പാരായണം ചെയ്ത് മരിച്ചു പോയിട്ടുള്ള പഴയ സുന്നികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അവർ കള്ളക്കഥകൾ വായിച്ചവരാണോ?
കള്ളക്കഥകൾ പഠിപ്പിച്ചവരാണോ, കള്ളക്കഥകൾ ഓടിപ്പാടിയവരാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതെ, ഞാൻ സംസാരം ചുരുക്കുന്നു. നിങ്ങൾ സമയം നിശ്ചയിച്ചു കൊടുത്താൽ വളരെ നല്ലത്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പ്രകോപനപരമായി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, മൗലൂദുകൾ മുഴുവനും അബദ്ധമാണ്, മുഴുവനും ബിദ്അത്താണ്, അത് മുഴുവൻ ബിദ്അത്താണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചിലതിൽ ശിർക്കായ വശങ്ങളും ഉണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയം വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ ജാതി കള്ളക്കഥകൾ ധാരാളമുണ്ടതിൽ, അതുകൊണ്ട് ഒഴിവാക്കണമെന്നാണ് ഈ സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, ഇവരിപ്പോ പഴയ നിലപാടിന്ന് മാറുകയാ, മുസ്ലിയാക്കന്മാര് മാറുകയാണ്, അടവ് മാറ്റുകയാ. കുണ്ടുതോട് സംവാദത്തിൽ എന്താ പറഞ്ഞത്? നേരത്തെ നിങ്ങൾ വായിച്ചു കേട്ടില്ലേ? ഇതിൽ പറഞ്ഞത് അംബിയ, ഔലിയ തുടങ്ങിയവരുടെ പേരിൽ മദ്ഹ് പറയുകയും അന്നദാനധർമ്മം ചെയ്യലും എന്ന മൗലിദ് മാല തുടങ്ങിയവ നിർവഹിക്കൽ സുന്നത്താകുന്നു. സുന്നികൾ ഇന്നത് ഒഴിവാന്ന് പറഞ്ഞില്ല, ഇന്നതൊക്കെ ഒഴിവാന്ന് പറഞ്ഞില്ല. ഇപ്പൊ എന്തേ ഒഴിവാക്കുന്നു? അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പഴയ കാലത്ത് 6-ാം പ്രമേയമുണ്ടല്ലോ, 900 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സമസ്ത പാസാക്കിയ പ്രമേയമുണ്ടല്ലോ. ആ പ്രമേയത്തിൽ പറയുന്ന എന്താണ്? മങ്കൂസ് തുടങ്ങിയ മൗലിദ് ചൊല്ലാത്ത ആൾക്കാരെ ഇമാമത്തിനോ ഖാദി ഖത്തീബ് സ്ഥാനത്തിനോ പറ്റൂലാന്നാണ് 1930 നിങ്ങൾ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത്. 8-ാം പ്രമേയത്തിൽ പറയുന്നത് കേട്ടോളൂ, അതിലൊരു ഭാഗം, മങ്കൂസ് മുതലായ വിർദുകൾ, ബദരിയത്ത് ബൈത്ത്, ബദർമാല, മുഹീദ്ദീൻ മാല, റിഫായി മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക. മങ്കൂസ് മുതലായ വിർദുകൾ, ബാക്കി നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, അവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോ അവിടെ നിങ്ങൾ ഒഴിവാക്കിയില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? മുസ്തഫൽ വൈസി എന്ന് പറയുന്ന മുസ്യാർ എഴുതിയ പഴയ കാലത്ത് എഴുതിയ പുസ്തകമാണിത്, മൗലിദും ആഘോഷവും എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഇതാ ഈ മുസ്യാർ പറയുന്നത്, മുസ്തഫൽ വൈസി എന്ന മുസ്യാർ പറയുന്നത്, ഈ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന എല്ലാവിധ മൗലിദുകളും അതിനെല്ലാം ന്യായീകരിച്ചു കൊണ്ട് ഇയാൾ പറയുന്നത് കേട്ടോളൂ. ഇന്നറിയപ്പെടുന്ന മൗലിദുകളുടെ ആശയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞതും തെളിയിക്കാവുന്നതുമാണ്. എന്ത്? ഇന്ന് നിലവിലുള്ള, ശരിക്ക് മനസ്സിലാക്കിക്കോ, ഇന്നറിയപ്പെടുന്ന അതിന് സിദ്ദീഖ് മൗലിദ് ഉണ്ടാവൂലേ, ആ ജാതി മൗലിദ് ഉണ്ടാവൂലേ, ഇന്നത്തെ സെബീനൊക്കെ ഉണ്ടാവൂലേ? പറയൂ നിങ്ങൾ, ഇന്നറിയപ്പെടുന്ന മൗലിദുകളുടെ ആശയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞതും തെളിയിക്കാവുന്നതുമാണ്. എന്നാൽ എല്ലാ മൗലിദുകളുടെ ആശയങ്ങൾ ശരിയാവണമെന്ന ആവശ്യം നമുക്കില്ല എന്ന് പറയുമ്പോൾ മൗലിദുകൾ തെറ്റായ ആശയങ്ങൾ ഉണ്ടെന്നല്ല പറയുന്നത്. എല്ലാം നമുക്ക് ശരിയായിക്കൊള്ളുന്നില്ല, പക്ഷെ അതിൽ തെറ്റില്ല എന്ന് ഇയാൾ ആവർത്തിച്ച് സമ്മതിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നിലക്ക് ഇന്നറിയപ്പെടുന്ന മൗലിദിൽ എല്ലാം ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലം ഉള്ളതാണ് എന്ന് മുസ്തഫൽ വൈസി പറയുമ്പോ ഇതാ ഇവിടെ മുസ്ലിയാക്കന്മാർ ഈ ചർച്ചയിൽ കൈയൊഴിഞ്ഞ രംഗമാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പ് ചർച്ചയുടെ തുടക്കത്തിൽ റഷീദ് സഖാഫി എന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും തെളിവിന്റെ പിൻബലുണ്ട്, കെട്ടുകടത്തുണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞത്. എല്ലാറ്റും ആ നിലക്കൊക്കെ പിൻബലുണ്ട്. ആദ്യം അവസാനത്തേക്കാണ് നമ്പർ മാറിയത്. അതൊന്ന് കേട്ടാളി. ഇത് പാരായണം എന്നത് ശിർക്കാണ് എന്ന് പറയുന്നതാണോ അടിസ്ഥാനമാക്കേണ്ടത്, അല്ല എന്ന് പറയുന്നതാണോ? ശിർക്കാണ് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. ശിർക്കാണ് എന്ന് പറയുന്ന ഒരു ഭാഗവും ആ വാദമുണ്ടായിരിക്കെ അത് വിട്ടിട്ട് പിന്നെ വേറെ അതിൽ നിന്ന് താഴ്ന്ന ഒന്നിലേക്ക് പോകണം എന്ന് പറയുന്നത് നമ്മൾ ഈ ചർച്ചയുടെ മർമ്മത്തിൽ നിന്ന് വഴുതിപ്പോകലാണ്. പിന്നെ മൗലിദിൽ അതിൽ അന്ധവിശ്വാസങ്ങളും അതുപോലെ കെട്ടുകഥകളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്, അത് മൗലിദ് പാരായണം എന്ന് പറയുന്നത് തീർച്ചയായും അത് പുണ്യകരമാണ് എന്നത് മഹത്തുക്കളായ ഇമാമുകളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്, അത് സമർത്ഥിക്കാൻ എത്രയെങ്കിലും തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോ കെട്ടുകഥകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് അതിനെപ്പറ്റി ഇവർ പറയാണ് അതൊക്കെ സത്യസമ്പൂർണ്ണമാണെന്ന് സമർത്ഥിക്കാൻ എത്രയെങ്കിലും തെളിവുണ്ട്. അവസാനമായപ്പോഴേക്കും ഒരേ ചർച്ചയിലെ തന്നെ അവസാനമായപ്പോഴേക്കും എന്തേ സഖാഫി നിങ്ങൾക്ക് പറ്റിയത്? ഇയാൾ മാത്രമല്ല നൗഷാദ് ഹസനും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്താ ഉപര് പറയാണ്, നമുക്ക് ഇത് ശിർക്കിന്റെ ഒക്കെ തീരുമാനിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞ ഉപര് പറയാണ്, പിന്നെ നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. അതിനൊക്കെയാണ് കൂലിയുള്ളത്, അതിന്റെ കൂലി എന്തൊക്കെയാണ്, ഷറഫ് എന്തൊക്കെയാണ്, ഓരോ നമുക്ക് പറയാ. കേട്ടോളെ. അപ്പൊ നിങ്ങൾ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞത് തന്നെ അത് തന്നെയാണ് ഇപ്പൊ സത്യത്തിൽ വരുന്നത്. മുസ്ലിം ആണല്ലോ ഏറ്റവും പുണ്യം കിട്ടാനുള്ള വഴി.
മുസ്ലിം ആവുമ്പോഴാണല്ലോ നമുക്ക് സ്വർഗ്ഗമൊക്കെ കിട്ടാനുള്ള വഴിയുള്ളത്. അതുകൊണ്ട് മുസ്ലിം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ നിലനിൽക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഓരോ മൗലൂദിനും അതിൻ്റെതായ കൂലികളും ഷറഫുകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അവസരോചിതമായി ഓരോ സമയത്തും വ്യക്തമാക്കുകയും ചെയ്യാം. അപ്പൊ ഓരോന്നിന്റെ പുണ്യം കൂലി ഷറഫൊക്കെ പിന്നെ പറയാ കേട്ടോ. അപ്പൊ അവിടെ അവർക്ക് വേർതിരിവില്ല. അവസാനത്തേക്ക് മുജാഹിദുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അല്ല, വേണമെങ്കിൽ ഐക്യവേദിയിലെ ബഹുമാന സഹോദരങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരം മുട്ടിയപ്പോ പറയേണ്ടി വന്നു, പലതും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന്. ഒഴിവാക്കിയ രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ സെബീനക്കുള്ള സ്ഥാനം എന്താ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ സെബീനന്റെ സ്ഥാനം എന്താ? ഈ ചർച്ചയ്ക്ക് മുമ്പ് സെബീന കിതാബിന് ആ ജാതി 60 66 പിന്നെ 155 222 ഒക്കെ ആ ജാതി പല വക മൗലിദുണ്ടല്ലോ. അതിന് സമൂഹത്തിലുള്ള സ്ഥാനം എന്താ? അത് നമ്മൾ വെന്നിയൂർക്കാരൻ ഒരു ഫൈസി വിശദീകരിക്കുന്നുണ്ട്. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂര്, അദ്ദേഹം വിശദീകരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആചാര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സെബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുണ്ട് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാന്. എന്നിട്ട് എവിടെ? അതിരിക്കണ്. അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. അപകടതാണ് എന്ത് ഒഴിവാക്കിയതാണ് അപകടം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചിന്തിക്കണം നിങ്ങള്. ഈ സബീന ഏത് സബീന? പാത്രം കഴുകുന്ന സബീനല്ല. അലവി സഖാഫി ഈ ചർച്ചയിൽ കൈയൊഴിച്ച സബീന. ആ സബീന തിരിച്ചു കൊണ്ടുവരണമെന്നും, അതെ, അത് കൊണ്ടുവരാത്തതാണ്, അത് ഇല്ലാത്തതാണ് ഈ സമൂഹത്തിന് ബന്ധപ്പെട്ട അപകടമെന്നാണ് ഇയാൾ പറയുന്നത്. ഇത് ഇയാളെ മാത്രം അവകാശവാദമല്ല, ഇയാൾ മാത്രം പറഞ്ഞല്ല. നാട്ടിലുള്ള മുജാഹിദുകളല്ലാത്ത അപ്പുറത്തെ സഹോദരന്മാരുടെ ഒക്കെ മനസ്സിലുള്ള ചിന്ത സെബീനയെ കുറിച്ച് അതാണ്. ഇത്രയും കാലുള്ള ചിന്ത അതല്ലേ അല്ലേ? അതിനെ ഉദാഹരണം പറയും. സെബീനക്ക് നാട്ടില് മുസ്ലിയാക്കന്മാരടക്കമുള്ള ആൾക്കാർ നൽകുന്ന സ്ഥാനമുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചോദ്യം കൊണ്ട് അതിനു മുമ്പ് ഉത്തരം പറയാൻ കഴിയാതെ അലവി സഖാഫി ആ സബീനെ ഞങ്ങൾ അംഗീകരിക്കില്ല, പലതിലും തെറ്റുണ്ട്, തകരാറുണ്ട് എന്ന് സമ്മതിക്കുന്ന ആ രംഗം സഹോദരന്മാരെ കാണൂ നിങ്ങൾ. അതിലുണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞോട്ടെ, ബാക്കിയുള്ള പറ്റാകാലോ. സെബീനയിലുള്ളതാണ്. സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു പിടിയല്ലേ. അതൊക്കെ പാടെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തിയുള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ അത് വല അച്ചടിച്ചു വിടുന്ന സബീനിയിൽ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും. ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന് സെബീന തന്നെ നമുക്കറിയാലോ. ഇവിടുത്തെ സെബീനയിലുള്ളതല്ല വേറെയുള്ളടത്തുള്ളത്. കേരളത്തിലുള്ളതല്ല തമിഴ്നാട്ടിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല അപ്പുറത്തുണ്ടാകുക. അതെല്ലാം കൂടി സെബീനുള്ളത് അത് ഏത് സെബീന? അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ അത് 1000 10,000 കണക്കിന് മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി രേഖയാക്കണം. ഇന്ന് രേഖയാക്കുക, മറ്റൊന്ന് രേഖയാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അപ്രായോഗികമാണ്, നടക്കുന്ന കാര്യം. കണ്ടില്ലേ നിങ്ങള്? ആ സെബീന തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നമ്മൾ വെന്നീരുകാരൻ മുസ്ലിയാർ പറഞ്ഞത്.
ചോദിക്കട്ടെ, മുജാഹിദീങ്ങൾ ഇവിടെ പണിയെടുക്കണ്ടേ, അധ്വാനിക്കണ്ടേ? അതിന്റെ ഫലമല്ലേ കണ്ടത്? അതിന്റെ ഫലമല്ലേ കണ്ടത്? അതെ അതെ, അതുകൊണ്ടാണ് അലവി സഖാഫിക്ക് വരെ കൈയൊഴിക്കേണ്ടി വന്നത്. കഴിഞ്ഞില്ല, ഒന്നോ രണ്ടോ വട്ടമൊന്നല്ല, ഒന്നുകൂടി നിങ്ങൾ കാണുക. സബീനയെ ഈ മുസ്ലിയാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൈയൊടിക്കുന്നു. ശ്രദ്ധിക്കും. പ്രായവും വയസ്സും നിറയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കോല അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബീനൊരു ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര എണ്ണം നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സബീന 66 വകയാണ് കലർന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സബീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്ത വല്ലുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് തന്നാൽ മതി. വ്യക്തം അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. ഞാൻ അവരായിരുന്നു പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട്. ഇല്ലാന്ന് പറയാൻ തെളിയിക്കും. 66 വക പല ജാതി 66 വകയുണ്ട് ഇവിടെ. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കേണ്ട നടക്കൂല. അപ്പോ ഇതാണ് കഥ, ഇതാണ് കഥ. ഇനി വാദപ്രയോഗം നടത്താനുള്ള കഥ എന്താവും മൂപ്പർക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു, ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ വീടുകളിൽ മൗലിദില്ലേ, അതിൽ ഏതെങ്കിലും ഒരു മൗലിദ് എടുത്തൂടെ, ചർച്ച കൊണ്ടുവന്നൂടെ? ഇവിടെ മധ്യസ്ഥ ഐക്യവേദിയുടെ ആളുകൾ നിങ്ങളുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ ആരുടെ വീടുകളിലുള്ള മൗലിദ് വെച്ചിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടെ? ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. ആ ഭാഗം കൂടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഒരു സംഗതി കൂടെ, ഇവിടെ ഇപ്പം നിങ്ങൾ ഐക്യവേദികൾ സംഘടിപ്പിച്ചത്, നിങ്ങളുടെ വീട്ടില് സെബീനുണ്ടാവും ഏതെങ്കിലും വക വളരെ പോയിന്, ഓക്കെ, എങ്കിൽ ആ സെബീൻ എടുത്തിട്ട് അതിൽ അവർ അലവി സഖാഫി അവർ ആരായാലും അംഗീകരിക്കുന്നത് ഏത്, അംഗീകരിക്കാത്തത് പറയട്ടെ അവര്. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എല്ലാം A to Z, അത് എല്ലാം ഈ പറഞ്ഞ പോലെ പുണ്യം പ്രവൃത്തി ചെയ്യുമ്പോൾ തെറ്റാണ്, വിദഅത്താണ് ഉറച്ചുറച്ച് പറയുന്നു. എങ്കിൽ അവര് അതിൽ അംഗീകരിക്കുന്നത് ഏത്, അംഗീകരിക്കാത്തതെന്ന് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. ഏതായിരുന്നാലും ഇപ്പോ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന സബീനയിലെ പല ഭാഗങ്ങളും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളിടത്തെത്തി വല്ലപ്പുഴയുടെ പരിപാടി അതിന്റെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ്. എന്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു, ഇവിടെ അപ്പുറം നമ്മുടെ പല സഹോദരങ്ങളുടെയും വീട്ടിലുള്ള ആ സബീനയുടെ ആ ഏട്ടിലുള്ള പല മൗലിദുകളും ഒഴിവാക്കേണ്ടി വരുമെന്ന നിലക്ക് തന്നെയാണ് മറുപക്ഷത്ത് സംസാരിച്ച അലവി മുസ്ലിയാർ സംസാരിച്ചിട്ടുള്ളത് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ വിഷയം നമ്മൾ വ്യക്തമായി പറഞ്ഞവരോട്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഏട് ഏതെങ്കിലും വക, എത്ര വകയാലും വേണ്ടില്ല, ആ ജാതി ഒന്ന് വന്നുകൊണ്ട് വെന്നിയൂർ സഖാഫി ഫൈസി പറഞ്ഞ് മറക്കണ്ട. അതിന് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നും അതുപോലെ പലതും പറഞ്ഞിട്ടാണ് ഈ നിലക്ക് ഈ നാട്ടുക ജനങ്ങളെ മുസ്ലിയാക്കന്മാർ വഞ്ചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞങ്ങളെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സ്റ്റേജുകളിലും പറയും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ എന്നാ പറയുന്നത്. അത് വളരെ കൃത്യമാണ്. അതില് വ്യക്തമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാത്തത് സബീനയിൽ മുജാഹിദ് ബസ്സിൽ കൂട്ടിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ആളുകളാണ്. ഇതിന് വിജയം ആഘോഷിക്കാം. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സബീനുണ്ട്, അതൊക്കെ സത്യമാണ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്.
ഇതുപോലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ CD പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ ഇവർ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ ണ്ട് തെറ്റാണ്, വിദഅത്തുണ്ട്, പലരും ശിർക്കുണ്ട്. എന്റെ ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കൊന്ന് ചർച്ചയ്ക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദികളുടെ മുഖാമുഖം ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് എഴുതാൻ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദിയുടെ ആളുകൾ, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഞങ്ങൾ അവിടെ പറയേണ്ട കാര്യം വ്യക്തമായി പറഞ്ഞു. നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ആ മൗലിദുകള് അത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ ആവർത്തിച്ച് ചോദിച്ചിട്ട് ധൈര്യസമേതം വരാൻ തയ്യാറായില്ല ഒരു മുസ്ലിം. ആ കൂട്ടത്തിൽ 5 എണ്ണത്തിൽ ഒന്നുപോലും തയ്യാറായില്ല. അവസാനം എന്തായി? ഐക്യവേദിയുടെ സഹോദരന്മാര് ഒരു മൗലിദേറ്റ് വന്നു. അതോടെ ആഫീസും പൂട്ടിക്കണ്. ആരെ? നമ്മളെ സുന്നിപക്ഷത്തിന്റെ. എന്താ, അവരൊരു മൗലിദ് കൊണ്ടുവന്നു. ഇതാരും പ്രതീക്ഷിച്ചല്ലോ. അങ്ങ് കൊണ്ടുവന്നു മാത്രമല്ല 155 വക മൗലിദാത്ര കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞു ഈ മൗലിദ് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? നമ്മൾ ചോദിച്ചു, തയ്യാറല്ല. പിന്നെ അവസാനം ഐക്യവേദിയിലെ സുഹൃത്ത് തന്നെ പറഞ്ഞു, അത് ഒരു ഭാഗം എടുത്തിട്ട് 12 മൗലിദിന്റെ പേര് വായിച്ചു. ഉസ്താദെ, ഈ 12 വെച്ചുകൊണ്ട് ചർച്ചകൾ തയ്യാറുണ്ടോ? ലേശൊരു ലജ്ജ ഉണ്ടെങ്കിൽ, ഉളുപ്പിന്റെ ഉണ്ടെങ്കിൽ മുസ്ലിയാക്ക ഓക്കെ എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. ആദർശല്ല. എവിടുന്ന് പറയും? ആ ഐക്യവേദിയിലെ പ്രവർത്തകന്റെ ആ ചോദ്യവും മുസ്ലിയാരുടെ ഉരുളലും ഒന്ന് ശ്രദ്ധിച്ചാളെ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസൻജി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ അമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം, ഒരു മിനിറ്റ്. ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകളിൽ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് അലവി സഖാഫിക്ക് ഞാൻ ഏർപ്പാട് നിർത്തലാമല്ലേ? നിങ്ങൾ ആ ഏർപ്പാട് നിർത്തിക്കോ. ഇനി മൗലിദിന് വേണ്ടി പ്രസംഗിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് നിർത്താൻ സമയമായിരിക്കുന്നു അലവി സഖാഫി. പിന്നെ നിങ്ങൾ മർക്കസ് അടിച്ചത് ചോദിക്കട്ടെ, അത് ഇവിടുത്തെ EK സുന്നികൾ ഒറിജിനൽ സമസ്ത കോടതി പറഞ്ഞ അസമസ്തക്കാർ അംഗീകരിക്കോ? ചോദിക്കട്ടെ, മറുവിഭാഗം സമസ്തക്കാര് ചിന്തിക്കണം. മറുപടി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ചിന്തിച്ചോ നിങ്ങള്. ഈ സബീൻ അയാൾ പുറങ്കാല് കൊണ്ട് തട്ടിയതുപോലെ തട്ടാൻ നിങ്ങൾക്ക് കഴിയോ? വെന്നിയൂർ സഖാഫി പറഞ്ഞ തട്ടാൻ കഴിയൂലെന്നല്ലേ? അതുകൊണ്ട് അലവി സഖാഫി നിങ്ങൾക്ക് ഇനി ഏർപ്പാട് നിർത്തുന്നതാണ് നല്ലത്. അറിയില്ലേ നിങ്ങൾക്ക്? ഇയാൾ പറഞ്ഞു അതിൽ തെറ്റുണ്ട്, ഇതിൽ തെറ്റുണ്ട്, ജാല മുഹമ്മദ് മൗലിൽ തെറ്റുണ്ട്, സിദ്ദീഖ് മൗലിൽ തെറ്റുണ്ട്, പലതിലും തെറ്റുണ്ട്. ഈ ഒരു 12 പോലും തയ്യാറാവാൻ, ആ ഒരു 12 വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവാൻ, ഒന്ന് മുജാഹിദുകളുമായി മാറ്റുരക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല നിങ്ങൾക്ക്. ഇനിയോ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായി ഇയാള് ഈ മൗലിദിൽ അവിടെ തെറ്റി, ഇവിടെ അപാകത, അവിടെ പ്രശ്നങ്ങൾ, അവിടെ കള്ളക്കഥ എന്ന് പറയുമ്പോ സ്വാഭാവികമായി മനുഷ്യന്മാരായി ചൊല്ലിയ മനുഷ്യന്മാരെ മനസ്സ് ബേജാറാവും. ഇപ്പൊ തന്നെ ബേജാറാണല്ലോ പല ആൾക്കാരും മനസ്സ്. പടച്ചോനെ, എന്റെ പേരിൽ അത്ര വക ഉണ്ടല്ലോ, ഇയാളെ പേരിൽ ഇത്ര ഉണ്ടല്ലോ, അവിടെ ഇത്ര വക ഉണ്ടല്ലോ, ഇതിപ്പോ ഇന്ന് പോരുമ്പോ വരെ ഇന്ന ആള് ചെല്ലുണ്ടല്ലോ, ഉമ്മ ചെല്ലുണ്ടല്ലോ, ഉപ്പ ചെല്ലുണ്ടല്ലോ, വെല്ലിമ്മ ചെല്ലുണ്ടല്ലോ, വെല്ലിപ്പ ചെല്ലുണ്ടല്ലോ, കുടുംബക്കാർ പറഞ്ഞു ചെല്ലുണ്ടല്ലോ. തെറ്റാണെന്നാണല്ലോ അലവി സഖാഫി പറഞ്ഞത്. ചിന്തിക്കുണ്ടാവൂലേ? അതെ, ആ നിലക്കുള്ളൊരു ബേജാറിന്റെ ചോദ്യം സത്യത്തിൽ അന്ന് ആ ചർച്ചയിൽ വന്നു. ഒരു സുഹൃത്ത്, ഐക്യവേദിയിൽ പ്രവർത്തകപ്പെട്ട സുഹൃത്ത് ചോദിച്ചു, എന്റെ വെല്ലിമ്മ 90 വയസ്സായ എന്റെ വെല്ലിമ്മ, ആ വെല്ലിമ്മ മുസ്ലിയാരെ, ഇതാ എന്റെ വീട്ടിൽ പാരായണം ചെയ്യുന്ന കിതാബാണിത്, സബീരന്റെ ഏടാണിത്, ഇത് ശരിയോ പറയൂ നിങ്ങള്. അല്ലാത്ത മനസ്സിൽ തട്ടിയ ചോദ്യമാത്, മനസ്സിൽ തറച്ച ചോദ്യമാത്, നിഷ്കളങ്കമായ ചോദ്യമല്ലേ അത്? അതെ, അതിനു മുമ്പിൽ മുസ്ലിയാർ ആകപ്പാട് എടങ്ങേറാകുന്ന മറ്റൊരു ദൃശ്യം കാണൂ നിങ്ങൾ. ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിൽ മറുപടി അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനന്തപുരം, ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല സുന്നികളുടെ നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അതായത് കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ. ഇത്
വളരെ വ്യക്തിപരമായ കാര്യം. അതെ, അത് ഇത് കുഴപ്പമില്ല. മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് പറഞ്ഞു രണ്ട് കൂട്ടർക്കുള്ള ഉത്തരം തന്നെ. ഞങ്ങൾ പറയുന്നു വയസ്സായന്റെ വല്യമ്മ വായിച്ച സാധനം അതെ, തെറ്റാണോ ശരിയാണോ പറഞ്ഞത്. ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിലുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് തോന്നുന്നവരാണല്ലോ. അത് ശുർക്കും കുഫ്റുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ഈ അംഗീകരിക്കുന്ന എണ്ണിപ്പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണിത്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്. അതിൽ ആരൊക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളതെന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയുന്നത്. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യമാണ് ചെന്നപ്പോ മൂപ്പർ പറയണം, അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്ങൾക്ക് പണി? ഇത്രയും കാലം ഈ മൗലിദിനും വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം വന്നു. ചോദ്യം എന്താ? അടുത്ത ചോദ്യം, അല്ല മുസ്ലിയാരെ, തെറ്റാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. തെറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വല്യമ്മ ചൊല്ലിന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇയാൾ എന്ത് പറയണം? അത് കീറിയിടണോ? കീറിയിടണ്ടേ? കീറിയിടണ്ട, നല്ലത് തൊയിലുണ്ട്. അത് മാത്രം നിർത്തി ബാക്കി ഒഴിവാക്കാൻ പറ്റുമോ? പറയണ്ടേ? പറയില്ല. കാരണം രണ്ടു പറഞ്ഞാലും കുടുങ്ങും, അല്ലെങ്കിൽ തന്നെ കുടുങ്ങിക്കണ്. കുടുക്കിന്റെ മേലെ കുടുക്ക് ഒഴിവാക്കാനാവും. ഏതായിരുന്നാലും ആ നില കൊടിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? അപ്പൊ ഉസ്താദേ, മുമ്പ് ചൊല്ലിയ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇത് തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞേ. ആ തെറ്റായ സംഗതി അത് ചൊല്ലി മരിച്ചുപോയ ആൾക്കാരുടെ ഓല സ്ഥിതി എന്താ? കേട്ടോളൂ. വായിച്ചു 90 വയസ്സായന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുള്ളൂ. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല. ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് ഇപ്പൊ അവിടുന്ന് ഇതൊന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റല്ലേ? അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി എന്ന് എഴുതാം. നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പൊ ഉസ്താദെ, ഇതിന് തെറ്റെന്ന് നമ്മുടെ വീട്ടുകാർക്ക് അറിയണില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, പരിപാടി വെക്കണം. പിന്നെ ഒരു മിനിറ്റ്
ഒരു ചോദ്യം ഇത്രയും വർഷമായിട്ട് ഒരു 10-90 വർഷമായി ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പോ ഇതാണ് സ്ഥിതി. ഇത്രയും കാലമായിട്ട് മൂപ്പര് പറയും തെറ്റുണ്ട് വലതും തെറ്റുണ്ട്. അപ്പൊ ഇഞ്ഞത് പെരി കൊണ്ട ഇഞ്ഞു ഓതൂലോ ഉസ്താദേ? അത് അറിയാതെ ഓതിയാൽ കുഴപ്പമില്ല, അപ്പൊ അറിഞ്ഞോതിയാ തെറ്റാണ് അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, അല്ലെന്ന് ഇത്രയും കാലമായിട്ട് നിങ്ങളൊന്നും വിജയസ്ഥിതി പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേനി ഇവിടെ പണി? നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണി? നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ ബഹുമാനിച്ചിട്ട് നിങ്ങൾ ആദരിച്ചിട്ട് ഈ സമൂഹം നിങ്ങൾക്ക് ഉപ്പും ചോറും തന്നു. അത് തിന്നിട്ടാണ് നിങ്ങൾ വളർന്നത്, അങ്ങനെയാണ് നിങ്ങൾ ഓതിപ്പടിച്ചത്. വ്യക്തിപരമായി ആക്ഷേപിക്കല്ല, അങ്ങനെ സമൂഹം നിങ്ങൾ സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ ഈ കോലത്തിലായത്. എങ്കിൽ നിങ്ങളെ പോറ്റി വളർത്തിയ ഈ സമൂഹത്തോട് ബാധ്യതയില്ലേ നിങ്ങൾക്ക്? ഈ സമൂഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പുണ്യമാന്നുകരി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിൽ കള്ളക്കഥകളുണ്ട് സമൂഹമേ എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? ബാധ്യത നിങ്ങൾക്കില്ലേ? അതെ, ഐക്യവേദിയിലെ പ്രവർത്തകന്റെ മനസ്സിൽ തട്ടിയ ചോദ്യം, ഉസ്താദേ ഇത്രയും കാലമായിട്ട് ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്തു നിങ്ങള്? ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിലൊക്കെ ന്യായീകരിക്കാനും കള്ളക്കഥ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന സിദ്ദീഖ് മൗലിദിനെ പോലും ന്യായീകരിക്കുവാനും, ജാല മുഹമ്മദ് മൗലിദിൽ കള്ളക്കഥയുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന അതിനെ പോലും ന്യായീകരിക്കുവാൻ, ആ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല എന്ന്, അത് പോസിറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ. മറിച്ച് സമൂഹത്തെ വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പണിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ആ ചർച്ചക്കിടയിൽ നമ്മുടെ ഐക്യവേദിയിലെ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്കിപ്പോ മനസ്സിലായോടത്തുള്ള സംഗതി ഇതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നതീജ പറയുന്നുണ്ട്. അതിന്റെ അവസാനത്തിലല്ല, ഇടക്ക് പറഞ്ഞതാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ ഒരു പറഞ്ഞറിയോ? അതായത് സുന്നി പക്ഷപ്പോ അവരുടെക്കെതിരെ ഏത് 30 വക എടുത്താലും 60 വക ആയാലും 66 വക ആയാലും അതിലൊക്കെ വ്യാജമുണ്ട്, ഇതിലും വ്യാജമുണ്ട്, അതിലും വ്യാജം, എടുക്കണതിലൊക്കെ വ്യാജാണെങ്കിൽ പിന്നെ വാദപ്രയോഗത്തിന്റെ ആവശ്യമില്ല. കേട്ടാളി, ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു, ഏകദേശം 4:30 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഇപ്പം 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന ഏത് ഏടായാലും അവർ പറയുന്നു അതിന് വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ ഏടുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും ഒരു പ്രയോജനമല്ല. കാരണം 33 അതിന് വ്യാജൻ, 88 അതിനും വ്യാജൻ. ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർക്ക് ഞാൻ ഏർപ്പാട് നിർത്തലാണ് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞത്. ഏതായാലും അതിൻ്റെ ഏറെക്കുറെ അവസാനത്തിൻ്റെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഏറ്റവും അവസാനമല്ല, അതിൻ്റെ അവസാനം തൊട്ട് കുറച്ച് മുമ്പുള്ള ഒരു ഭാഗം, അതെന്തോ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കിട്ടിയില്ല തോന്നുന്നുണ്ട്. ഏതെല്ലാം കിട്ടിയ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചത് അംഗീകരിച്ച പണ്ഡിതന്മാരെ പ്രസിദ്ധീകരിച്ച തെറ്റുതിരുത്തിയ മൗലിദുകൾ അതിവിടെ വ്യക്തമായി മുന്നിലുണ്ട്. ആ മൗലിദുകളിൽ ഒരു സംവാദം നടത്താൻ അവർ സന്നദ്ധരാണോ എന്ന ഐക്യവേദിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ പോലും മുജാഹിദുകൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകന്മാർ മാത്രമല്ല, ഈ CD പുറത്തിറങ്ങിയാൽ ഇത് കാണുന്ന അനേകായിരം ആളുകളും അത് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒത്തുചേരലിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുതന്ത്രങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഈ കുതന്ത്രത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകാറുള്ളത്. റസൂലുള്ള പറഞ്ഞ തന്നെ അത് തന്നെയാണ്. ഒരു സംഗതി, ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡിയാണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലി മുസ്ലിയാരോട് പ്രത്യേകം പറയാം.
അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ അദ്ദേഹം ചോദിച്ച പേരെനിക്ക് അറിയാം കേട്ടോ. ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യമ്മ ഓതിയതാണ്, ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ തകരാറുകൾ ഇല്ലാത്ത സഹിയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകൾ ഉണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 എണ്ണം ഇവിടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 എണ്ണം അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെ കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണി പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ്, ആ 5 മൗലിദുകളെ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്നാ പറഞ്ഞത്. അതിന് മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ല. ഒരു കാര്യം ഈ കാണുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുക, ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സബീരയുടെ ഏടുകള്, ആചാര്യ വക മൗലിദ് കിതാബുകള് പുണ്യമാണെന്ന് കരുതിയാ ചൊല്ലിയത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ, ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളുടെ വീടുകളിൽ സബീരയുടെ കിതാബുകൾ, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വരികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാകണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദിയുടെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ മാലകൾക്ക് മൗലിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല, 12 എണ്ണം വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതേ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായി നമുക്ക് അവിടെ പക്കൽ ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് പ്രചരിച്ചിട്ടുള്ള സബീര പോലുള്ള കിതാബുകളിൽ അതില് അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, ബിദ്അത്തുണ്ടോ, ഈ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബഹുമാന്യ സംഘാടകരെ, സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക്. നിങ്ങൾ കൊണ്ടുവന്ന ആ സബീല കിതാബിൽ പോലും ചർച്ചയ്ക്ക് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ അതെ, അവരുടെ പക്കൽ ആദർശമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല എന്ന് ബോധ്യമായില്ലേ സംഘാടകരെ നിങ്ങൾക്ക് പോലും? എന്നാണ് സഹോദരങ്ങളെ, അപ്പൊ ഈ നിലക്ക് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായ രംഗമായിരുന്നു അത്. മാത്രമല്ല, ഇന്ന് നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ആ സബീനയുടെ ആ ഏടുകൾ ശരിയല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകാൻ അവസരമുണ്ടായില്ലേ? അതുണ്ടാക്കി തന്ന ബഹുമാന്യരായ ഐക്യവേദിയുടെ സഹോദരങ്ങൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങള്. അലവി സഖാഫിയെ മുമ്പിലിരുത്തിക്കൊണ്ട് ആ അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അവരോട് തന്നെ സമ്മതിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, ആവർത്തിച്ച് അല്ലാഹു ഒരു സ്തുതി നൽകുകയാണ്. സഹോദരന്മാരെ, അവസാനിപ്പിക്കുന്നു, ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അതെ, സത്യം വെളിവായിരിക്കുന്നു, ഹഖ് വെളിവായിരിക്കുന്നു, അസത്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അത് തരിപ്പണമാവുക തന്നെ ചെയ്യും, ആ അസത്യം തകർന്നടിയുക തന്നെ ചെയ്യും. അറിയുമോ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ കേരള മണ്ണിൽ പൂർവ്വകാല മുജാഹിദ് പണ്ഡിതന്മാർ ഓടി നടന്നുകൊണ്ട് ഈ ജാതി മൗലിദിലെ, ഈ ജാതി മാലകളിലെ വിഷലിപ്തമായ
മോശമായ വരികള്, ശിർക്കൻ വരികള്, കള്ളക്കഥകള്, അതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ ഏൽക്കേണ്ടി വന്നവർക്ക് കൂവിളികള്, ഏൽക്കേണ്ടി വന്നവർക്ക് ഏറ്, ഏൽക്കേണ്ടി വന്നവർക്ക് പരിഹാസം. പക്ഷേ സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു സ്തുതിക്കുകയാണ്. സഹോദരന്മാരെ, സത്യം ബോധ്യമായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗമാണ് ശരി. അതിന്റെ അതാണ് മുജാഹിദുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിയാക്കന്മാർ ക്ഷണിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കാണ്, മാലകളിലേക്കാണ്, മൗലിദുകളിലേക്കാണ്, കള്ളക്കഥയിലേക്കാണ്, ശിർക്കിലേക്കാണ്, ബിദ്അത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഓർക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ മഹാന്മാരായ പ്രായമുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു അവർക്കെന്നറിയോ? ഏറുണ്ടായി, കൂവിളികളുണ്ടായി, എന്തെല്ലാം ഏൽക്കേണ്ടി വന്നു. വല്ലാത്ത പ്രയാസമുണ്ടായിട്ടുണ്ട് സഹോദരന്മാരെ. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നാൽ പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാർക്ക് സുരക്ഷിതമായി പോവാനുള്ള അവസ്ഥ വരെ ഉണ്ടായില്ല. സ്റ്റേജ് കയ്യേറ്റം ചെയ്യപ്പെട്ടു. എന്തിനെന്നറിയാമോ? ഈ അലവി സഖാഫി വരെ സമ്മതിച്ച ആ സബീനെ ഒഴിവാക്കണേ എന്ന് പറഞ്ഞതിന്, അതുപോലെ മാലമൗലിദുകൾ ഒഴിവാക്കണേ എന്ന് പറഞ്ഞതിന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഖൈറിലേക്കാണ് നയിക്കുന്നത്, നന്മയിലേക്കാണ് നയിക്കുന്നത്, തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്, സുന്നത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയാദർശം അത് ഈ പണ്ഡിതന്മാരുടെ വകയല്ല, അവിടെ നേതാക്കന്മാരുടെ വകയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുചര്യ, അതിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം വരെ ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ശിർക്ക് ചെയ്തു പോകരുത്, ശിർക്ക് ചെയ്തു പോകരുത്, ബിദ്അത്ത് ചെയ്യരുത്. അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക, തൗബ ചെയ്യുക. അതായിരുന്നല്ലോ ഇവിടുത്തെ മറ്റൊരു വിഷയം. ആലോചിക്കൂ നിങ്ങൾ. അലവി സഖാഫി പറഞ്ഞില്ലേ ആ മാലയിൽ തെറ്റുണ്ട്. ചോദ്യം വന്നു, എങ്കിൽ അത് ചൊല്ലിപ്പോയവരോ? അതറിയാതെ ചൊല്ലിയതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നു, അങ്ങനെ അറിയാതെ ചൊല്ലിപ്പോയ കുറെ വല്യമ്മമാരും വല്ലിപ്പമാരും സഹോദരന്മാരും സഹോദരിമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ഈ വല്ലപ്പുഴയിൽ എന്നല്ല, അതുപോലെ പല പ്രദേശങ്ങളിലും കേരള മണ്ണിലുണ്ട്. അവർ തൗബ ചെയ്യണോ ചെയ്യണ്ടേ? മുസ്ലിയാക്കന്മാർ തന്നെയാണ് പറയേണ്ടത്. അവർ തൗബ ചെയ്യേണ്ടതുണ്ട്. കാരണം ആ നിലക്കുള്ള കള്ളക്കഥകളാ ചൊല്ലിയത്, ശിർക്കിന്റെ വരികളാ ചൊല്ലിപ്പോയത്. എങ്കിൽ അവർ തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ അപാകത? അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സത്യത്തിന് കൂടെ നിൽക്കാൻ തയ്യാറാവുക. ആര് എതിരായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും റഹ്മാനായ റബ്ബിന്റെ തുണയുണ്ടാകും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോമത്തിന് പോലും കരിച്ചില്ലാതെ രക്ഷപ്പെടുത്തിയെങ്കിൽ ആ റബ്ബുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. സഹോദരങ്ങളെ, ആ ആദർശം നെഞ്ചിലേറ്റുക. ആരെതിരായാലും പ്രമാണം കൊണ്ട് നേരിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും മരണം വരെ എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും എന്ത് പിന്തിരിപ്പിക്കൽ ഉണ്ടായാലും റബ്ബിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി, ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ആ ഒരു യഥാർത്ഥ വിശ്വാസം, കർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.